ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഇന്ന് ഒരു സമരമുഖത്താണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ അങ്കമാലിയുടെ മണ്ണിൽ, ഈ പട്ടണത്തിൽ ഇത്രയും പേർ ഒരുമിച്ചുകൂടി ഇന്ന് ഈ രാത്രി സമയത്ത് തങ്ങളുടേതായിട്ടുള്ള പ്രതിഷേധം അറിയിക്കണമെങ്കിൽ അതിന്റെ കാര്യവും കാരണവും ഒക്കെ തന്നെ ഇന്ന് കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. രണ്ട് കന്യാസ്ത്രീകളെ അവരുടെ സേവന രംഗത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തികളെ തൃണവൽഗണിച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യപരമായ സ്വാർത്ഥപരമായ നടപടികളിൽ ഊന്നിക്കൊണ്ട് ഇപ്രകാരം ഒരു തടങ്കലിലാക്കുക എന്നുള്ള ഒരു ഹീന പ്രവൃത്തിയിലേക്ക് ഒരു സർക്കാർ വന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഇന്ന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഇന്ന് തെരുവിൽ ഇപ്രകാരം ഒരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് കന്യാസ്ത്രീകളുടെ മേലുള്ള അവരുടെ ക്രിസ്തീയ വീക്ഷണപ്രകാരമുള്ള സേവനത്തിനെതിരെയുള്ള ഒരു സർക്കാരിന്റെ പ്രതിരോധമല്ല എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഭാവിയിൽ ക്രൈസ്തവ സമൂഹത്തെ നേരിടുന്ന, ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ദീർഘവീക്ഷണത്തിന്റെ ഒരു മുൻകരുതലിന്റെ പ്രതിഫലനമാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു സമയത്താണ് ഇന്ന് ഈ ഒരു പ്രതിഷേധ ജാല ഇവിടെ ഇപ്രകാരം ഈ ഒരു ടൗണിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ബിജു എലിയാസ് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ വിടുക എന്നുള്ള ഒരൊറ്റ പരിഹാരം മാത്രമേ ഈ പ്രതിഷേധത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വെക്കുവാനായിട്ടുള്ളൂ. അപ്രകാരം ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, സുവിശേഷം മുൻപോട്ട് വയ്ക്കുന്ന, ഇപ്രകാരമുള്ള സേവന പ്രവർത്തനങ്ങൾ നടക്കുന്ന ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംരക്ഷണം നൽകുവാൻ തക്കവണ്ണം തയ്യാറാകേണ്ടുന്ന സർക്കാർ ഇപ്രകാരം അതിനെതിരെ പ്രവർത്തിക്കുന്നതിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധം ഈ സമയം അറിയിക്കുന്നു. എല്ലാവരുടെയും നാമത്തിൽ ഇന്ന് അങ്കമാലി ടൗണിൽ ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതായിട്ടുള്ള ഈ പ്രതിഷേധ ജ്വാലയ്ക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.